നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. ഹോളി ആഘോഷത്തിനിടെ ഹിന്ദുത്വവാദികളാൽ വീട് കയറി ക്രൂരമായി ആക്രമിക്കപ്പെട്ട മുസ്ലിം കുടുംബത്തിന് നേരെ തിരിച്ച് കേസെടുത്ത് പോലീസും സംഘപരിവാറും. കൊടും വർഗീയതയുടെ ഇരകളായിട്ടും മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രം നീതി നിഷേധിക്കപ്പെടുകയും അതോടൊപ്പം കൂടുതൽ പീഡനങ്ങൾക്ക് വിധേയരാവേണ്ടി വരികയും ചെയ്തിരിക്കുകയാണ് ഹരിയാനയിലെ ഗുർഗാവിൽ നിന്നുള്ള മുഹമ്മദ് സാജിദിനും കുടുംബത്തിനും. സാജിദും കുടുംബവും വർഷങ്ങളായി ഗുർഗാവിലെ താമസക്കാരായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഹോളിയുടെ അന്ന് തെരുവിൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്ന കുടുംബാംഗങ്ങളെ തടഞ്ഞുകൊണ്ട് ചില ഹിന്ദു വർഗീയവാദികൾ മുന്നോട്ട് വരികയും പാകിസ്ഥാനിൽ പോയി ക്രിക്കറ്റ് കളിക്കൂ എന്ന് ആക്രോശിക്കുകയും ചെയ്തു. ഇതിനെ എതിർത്ത കുടുംബാംഗങ്ങളെ സംഘമായി വന്ന് വീട്ടിൽ അതിക്രമിച്ച് കയറി അതിക്രൂരമായി മർദ്ദിക്കുകയാണ് പിന്നീട് അവർ ചെയ്തത്. ഇന്റർനെറ്റിൽ പ്രചരിച്ച അതിന്റെ ദൃശ്യങ്ങൾ രാജ്യത്തെ ഒന്നടങ്കം ലജ്ജിപ്പിക്കുന്നവയായിരുന്നു. കുന്തങ്ങളും വാളുകളും കുറുവടികളും ഇരുമ്പ് ദണ്ടുകളുമായി വീട്ടിലേക്ക് ഇരച്ചു കയറിയ അക്രമി സംഘം മുഹമ്മദ് സാജിദിനെയും ഭാര്യയെയും 6 മക്കളെയും വീട്ടിലുണ്ടായിരുന്ന ചില ബന്ധുക്കളെയും നിഷ്ഠുരമായി തല്ലിച്ചതച്ചു. 2 വയസ്സുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ പോലും ഇവർ വെറുതെ വിട്ടില്ല. ഒപ്പം പാകിസ്ഥാനിലേക്ക് പോ എന്ന് ആക്രോശിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. അക്രമികൾ തന്നെ എടുത്ത ഒരു വീഡിയോയിൽ സ്ത്രീകൾ അവരോട് ദയക്കായി കേണപേക്ഷിക്കുന്നതും പുരുഷന്മാർ അടികൊണ്ട് ബോധരഹിതരായി കിടക്കുന്നതും കാണാമായിരുന്നു. നിരന്തരമായി പോലീസ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചുകൊണ്ടേയിരുന്നുവെങ്കിലും പോലീസ് എത്തിയില്ലെന്നും 1 മണിക്കൂറോളം കഴിഞ്ഞ് അവരെത്തുമ്പോഴേക്കും അക്രമികൾ രക്ഷപ്പെട്ടിരുന്നുവെന്നും കുടുംബം പറയുന്നു. രാജ്യത്തെ മുഴുവൻ നടുക്കിയ ഈ സംഭവത്തിൽ പോലീസിന് പിന്നീട് 10 പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. മിക്കവാറും പേർ മുന്നേ ക്രിമിനലുകളും ജയിൽ ശിക്ഷ അനുഭവിച്ചവരുമായിരുന്നു. അതിലുള്ള ഒരു അക്രമി അപ്പോഴാണ് സാജിദിന്റെ കുടുംബത്തിലെ 2 പേർക്കെതിരെ വധശ്രമത്തിന് ക്രോസ് FIR രജിസ്റ്റർ ചെയ്തത്. അതോടെ പോലീസും ഒരു മടിയുമില്ലാതെ അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഇത് എത്ര അനീതി നിറഞ്ഞ വ്യവസ്ഥയാണെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് കേസിലാക്കപ്പെട്ട ദിൽഷാദ് പറയുന്നത്. തങ്ങളെ ആക്രമിക്കുന്ന വീഡിയോ ലോകം മുഴുവൻ കണ്ടതാണ്. എന്റെ കൈകാലുകൾ ഒടിഞ്ഞിരിക്കുകയായിരുന്നു. വീട്ടിലെ പലരും ഇപ്പോഴും ഗുരുതര പരിക്കേറ്റ ആശുപത്രിയിലാണ്. അപ്പോഴാണ് തങ്ങൾക്കെതിരെ ഇങ്ങോട്ട് ഈ കള്ളക്കേസ് എടുത്തിരിക്കുന്നത്. ഇതെന്തു നീതിയാണ്? ദിൽഷാദ് ചോദിക്കുന്നു. ഇതുപോലെ മുൻപും മുസ്ലിം കുടുംബങ്ങൾക്ക് നേരെ BJP ഭരിക്കുന്ന ഹരിയാനയിൽ ആക്രമണമുണ്ടായിരുന്നു. ആ കേസുകളിലും ഇതുപോലെ ഇരകളെ വീണ്ടും വീണ്ടും പീഡിപ്പിച്ച് നിശബ്ദരാക്കുകയാണ് സംസ്ഥാന ഭരണകൂടം ചെയ്തത് എന്നും ദിൽഷാദ് ഓർമ്മിപ്പിക്കുന്നു. വർഷങ്ങളുടെ അധ്വാനം കൊണ്ടുണ്ടാക്കിയ തങ്ങളുടെ വീടും സ്ഥലവും കിട്ടിയ വിലയ്ക്ക് വിറ്റ് ഗുർഗാവ് എന്നേക്കുമായി വിട്ടുപോകാനായി ഭയചകിതരായ ആ മുസ്ലിം കുടുംബം തീരുമാനിച്ചിരിക്കെയാണ് അവരുടെ മേൽ അശനിപാതം പോലെ വന്നു വീണ ഈ പുതിയ പ്രശ്നം. നീതി നിഷേധിക്കുക മാത്രമല്ല, ഏതു വിധത്തിലും അവർ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ് ഒരു മനസാക്ഷിയുമില്ലാതെ സംഘപരിവാർ ഭീകരർ. അതിന് ഒത്താശ നൽകാൻ പോലീസും. തങ്ങൾക്ക് നീതി ലഭിക്കാത്തതെന്തേ എന്ന ദിൽഷാദിന്റെയും കുടുംബത്തിന്റെയും ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ മതേതര ഭാരതം ഇന്ന് തല താഴ്ത്തി നിൽക്കുകയാണ്.